ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് കസ്റ്റേർഡ് പൗഡറാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 3/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലെ കട്ടയൊക്കെ പോകാനായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കസ്റ്റേർഡ് പൗഡറൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ പാലും കസ്റ്റേർഡും ഉള്ള ഈ ഒരു മിക്സ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് തിളച്ച ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ടിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് കസ്കസ് ഒന്ന് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ കസ്കസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള് പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ കസ്കസിന് ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിവിടെ കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ കുറച്ച് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറുത്ത മുന്തിരി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് പച്ചമുന്തിരി കട്ട് ചെയ്തതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് വേവിച്ച ശേഷം തണുത്ത വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള സാബൂനരിയാണ് കേട്ടോ. ഇനി ഇത് വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സാബൂനരി മുഴുവനും ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇത് സേമിയയാണ്. ഇതും കുക്ക് ചെയ്ത ശേഷം തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉറുമാമ്പഴമാണ്. അതും കൂടി ചേർത്ത ശേഷം ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. മധുരം ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വിശപ്പും ദാഹവും ഒക്കെ മാറാനായിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.